ഇന്ത്യയിലെ മതം മാറ്റം സമകാലീന സംഭവങ്ങളുടെ വെളിച്ചത്തിൽ പ്രശസ്ത മാധ്യമപ്രവർത്തകനായ മാത്യു സാമൂലുമായിട്ട് നമ്മൾ ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കുക. സാർ, ഇന്ത്യയിലെ മതം മാറ്റത്തിൻ്റെ തുടക്കം ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ കാലം തൊട്ട് ഒന്ന് ചുരുക്കി വിവരിക്കാൻ സാധിക്കും? ഇന്ത്യയിൽ ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ, നമ്മൾ ഈ പറയുന്നത് ഈ ആകാശത്തു നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ആസ് പെർ ഡോക്യുമെൻറ്റേഷൻ ഈ പോർച്ചുഗീസ് വന്ന ശേഷമാണ് നമുക്ക് ഈ ഇന്ത്യയിൽ ഈ മതം മാറ്റം, അത് മതത്തിലോട്ടുള്ള വിശ്വാസം, ഈ സംഭവത്തിലോട്ടൊക്കെ നമ്മൾ പോകുന്നത്. അത് ഡോക്യുമെൻറ്റേഷൻ. എന്നാൽ അടുത്ത ചോദ്യം ഉണ്ടാവും, അതിനു മുമ്പേ ഇന്ത്യയിൽ ക്രൈസ്തവരുണ്ടായിരുന്നോ ഇല്ലയോ? ഇതാണ് ചോദ്യം. അതിനു മുമ്പ് ഇവിടെ ക്രൈസ്തവരുണ്ടോ? അതാണല്ലോ ഈ സിറിയൻ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. അതായത് കണ്ടംപററി ഡോക്യുമെൻറ്റ്സ്, ഈ പഴയകാല ഡോക്യുമെൻറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇപ്പം കേരളത്തിൽ സിറിയൻ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് 5ാമത്തെ 6ാമത്തെ നൂറ്റാണ്ട് മുതലുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഈ പറയുന്ന സീറോ മലബാർ ആണെങ്കിൽ, സിറിയൻ ക്രിസ്ത്യൻ, ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഇവരൊക്കെ ആ സംഭവം. അപ്പം പോർച്ചുഗീസിന് ശേഷമാണ് ബേസിക്കലി ഈ കാത്തലിക്സ് എന്ന സംഭവം ഇന്ത്യയിൽ വന്നു എന്നാണ് തെളിവുകൾ പറയുന്നത്. റോമൻ കാത്തലിക്സ്, പിന്നെ അത് ലാറ്റിൻ കാത്തലിക്സ്, പിന്നെ അത് ഈ സിറിയൻ ക്രിസ്ത്യൻസിൽ നിന്ന് കാത്തലിക്സ് ആയവരെ സീറോ മലബാറെന്നും മറ്റുള്ള ക്രിസ്ത്യൻസ് എന്നും പറയാൻ തുടങ്ങി. അവിടുന്ന് മറ്റുള്ള ഓർത്തഡോക്സിൽ നിന്ന് ഭിന്നിച്ചു പോയ മറ്റൊരു കൂട്ടരെ മാർത്തോമ സഭയെന്ന് പറയാൻ തുടങ്ങി. അതിൽ നിന്ന് അങ്ങോട്ടും പോയൊരു കൂട്ടരെ മലങ്കര കാത്തലിക്സ് എന്ന് പറയാൻ, റീത്ത് എന്ന് പറയാൻ തുടങ്ങി. ഇതൊക്കെ ചരിത്രമായത് ബേസിക്കലി. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ നോർത്ത് ഇന്ത്യയിൽ, അതായത് നോർത്ത് ഇന്ത്യ അതേപോലെ വെസ്റ്റേൺ ഇന്ത്യ, ഇവിടുത്തെ ഈ കൺവേർഷൻ എന്ന് പറയുന്നത് ഇവർ ഈ പറയുന്ന സംഘപരിവാർ പറയുന്ന ബ്രിട്ടീഷുകാരാ കൊണ്ടുവന്നത്, പാലാണ്, ഇത് ചുമ്മാതാണ്. കാരണം വ്യക്തമായ തെളിവുണ്ട്, ബ്രിട്ടീഷുകാർ ഏകദേശം 200 വർഷം ഭരിച്ചു. അതിനു മുമ്പ് മുഗൾസ് ഭരിച്ചു. മുഗൾസ് ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ നിർബന്ധിച്ചും മതപരിവർത്തനം ഉണ്ടായി. അതിൻ്റെ പേരിലാണ് ഇവിടെ ഇത്രയും മാത്രം നാട്ടുരാജാക്കളും പ്രശ്നമൊക്കെ ഉണ്ടായി, പല രാജാക്കന്മാരും കൺവേർട്ടായി പോയത്. ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടിയത് ഇതെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അത് ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടായത് ഇവിടെ ഇത്രമാത്രം മുസ്ലിങ്ങൾ ഉണ്ടായതിൻ്റെ പേര്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഡൽഹിയിലാണ്. ഞാൻ രമേശിനെ ചില സ്ഥലങ്ങൾ കാണിച്ചു തന്നു, ഓർമ്മയുണ്ട്? നമ്മൾ അപ്പുറത്ത് മാറിയ ചില വില്ലേജുകളൊക്കെ, ഇതൊക്കെ ഇവിടെ ഉള്ള മുസ്ലിം വില്ലേജുകളായിരുന്നു. ഈ മുസ്ലിം വിഭജന കാലത്ത് ഇവരൊക്കെ അങ്ങ് പാകിസ്ഥാനിൽ പോയി. എന്നിട്ട് അവിടുന്ന് വന്ന ഹിന്ദുക്കൾ ഇതിവിടെ കയ്യേറി. ഇതെന്തോ കള്ളത്തരം, എന്തോ സത്യമല്ലേ ഇത്? വസ്തുതയായത്. ഇതേപോലെ തന്നെ ഈ പറയുന്ന പാകിസ്ഥാനിൽ ഇതേപോലെ തന്നെ അവിടെയും ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. പാകിസ്ഥാനിൽ ക്രിസ്ത്യൻസ്. ഇപ്പം അടുത്ത ചോദ്യം, ഇപ്പം ടി.പി. സെൻകുമാറും ഇവിടുത്തെ സംഘപരിവാറിൻ്റെ ആൾക്കാർ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇസ്ലാമുള്ള സ്ഥലത്ത് ക്രൈസ്തവർ പോകാത്തത്? അതൊരു ചോദ്യമാണ് ആൾക്കാർ സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ഒരു കാര്യം പറയാം, അഫ്ഗാനിസ്ഥാനിൽ ക്രിസ്ത്യൻ മിഷണറി വർക്ക് നടക്കുന്നില്ല. യമനിൽ ക്രിസ്ത്യൻ മിഷണറി വർക്ക് നടന്നില്ല. മറ്റേ അച്ഛനെ പിടിച്ചകത്തിട്ടില്ല, മറ്റേ ഒരു ഫാദറിനെ പിടിച്ചകത്തിട്ട് അവസാനം ഹൂത്തികൾ പിടിച്ചകത്തിട്ട് റിലീസ് ചെയ്തില്ല. ഇന്ന് പാകിസ്ഥാനിലുള്ള അത്രയും കൺവേർഷൻ എന്ന് പറയുന്ന സംഭവം ചരിത്രത്തിൽ ആദ്യമായിട്ട് വലിയ സംഭവമാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന വസ്തുത. അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നുണ്ട്. തിരിച്ച് നമ്മൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളുടെ വെളിച്ചത്തിൽ എന്താണ് നോർത്ത് ഇന്ത്യയിലെ ഒരു അവസ്ഥ? ഞാൻ ഒരു കാര്യം പറയാം. ഇതിനകത്ത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നതും വെസ്റ്റേൺ ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സൗത്ത് ഇന്ത്യയിൽ ചില സ്റ്റേറ്റുകൾ ഒഴിച്ച് നോർത്ത് ഇന്ത്യയിൽ ഈ ബാക്ക്വേർഡ് ക്ലാസും ആദിവാസികളും ജീവിക്കുന്ന സ്ഥലം. നമുക്ക് മനുഷ്യന് പോലും ഒരു മലയാളിക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവൻ്റെ ജീവിതം, സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടെല്ലാം. ഇത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കാരണം പട്ടിണി എന്ന് പറയുന്ന സംഭവം ഇന്നും അവിടെ ഉണ്ട്.
അതിന്റെ ഭീകര രൂപം തന്നെയാണ്. അവര് ഡിജിറ്റലാണ് ഇതിലൊക്കെ മാറ്റം ഉണ്ടായത്. ഡിജിറ്റൽ റവല്യൂഷൻ. കാരണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനു മുമ്പ് ഇവിടെ കൺവേർഷൻ നടക്കുക ആൾക്കാരൊന്നും അറിയുന്നില്ലല്ലോ. ഈ നരേന്ദ്രമോദിയും BJP ഇന്ത്യയിൽ സ്റ്റാർ ആയത് ഡിജിറ്റലാ. അല്ലെങ്കിൽ ഒരു ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ എങ്ങനെയാണ് ഇന്ത്യയിൽ സ്റ്റാർ ആവുന്നേ? അത് ഡിജിറ്റൽ റവല്യൂഷൻ കൊണ്ടാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് ഗ്ലോബൽ ഒരു ലീഡർ ഉണ്ടായത്. തീർച്ചയായിട്ടും മറ്റുള്ള സ്റ്റേറ്റുകളിൽ അതിനേക്കാളും ചെയ്ത രമൺ സിംഗ്, മറ്റുള്ള BJP നേതാക്കൾ ശിവരാജ് സിംഗ് ചൗഹാൻ, ഇവരെന്താ സ്റ്റാർ ആയത്? കാരണം അതേപോലെയുള്ള ഫോക്കസ് ചെയ്തില്ല. അത് തന്നെയാണ് ബാക്ക്വേർഡ് ക്ലാസ്സിനകത്ത് ഡിജിറ്റൽ റവല്യൂഷൻ ഉണ്ടായി. അവർ ലോകത്തെയും ഇന്ത്യയിലെ മറ്റുള്ള സിറ്റികളെ കാണാൻ തുടങ്ങി. ഉറപ്പായിട്ട് ഈ കാത്തലിക്സിന് മതപരിവർത്തനമായിട്ട് 1% ബന്ധമില്ല. ഇപ്പം ഛത്തീസ്ഗഡിൽ ദുർഗിലുണ്ടായ സംഭവം, 2 കന്യാസ്ത്രീകളെ അകത്തിട്ട് കഴിഞ്ഞപ്പോൾ ഈ ബജരാങ് ദളുകാർ കയറി ജയ് ശ്രീറാം വിളിച്ചു. അപ്പം അതിനു ചുറ്റും ചില സ്ത്രീകൾ ഓടി വന്നു, അവർ ഹല്ലേലൂയ വിളിച്ചു. അതിൽ ഒരു സ്ത്രീ പോലും കാത്തലിക് അല്ല. അതേപോലെ തന്നെ ഈ നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് അവിടെ നീ 3 പെൺകുട്ടികളെ പറഞ്ഞു വിട്ടു. അവര് പെന്തക്കോസുകാരാ, അവരുടെ പാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞു വിട്ടേക്കുന്നത്. RC ആയിട്ട് ഇതിന് യാതൊരു ബന്ധവും ഒരു ബന്ധവും ഇല്ല. അവരുടെ സഭയിലെ അംഗങ്ങൾ. നീ അടുത്തൊരു സംഭവം, ഇവർ നാരായൺപൂരിൽ ഇവരാൾ ചോദിക്കുക എങ്ങനെയാണ് നാരായൺപൂരിൽ പോകുന്നത്? അവിടെ ഭയങ്കര നക്സലാണ്. അവിടെ നക്സൽ ഇല്ലാതാക്കിയതിന്റെ കാരണം ഈ മിഷണറിമാരാ. ഈ പറയുന്ന പഴയ നക്സലുകാരൊക്കെ അവിടുത്തെ പാസ്റ്റർമാരാ. എത്ര സംഘപരിവാറുകാരെ അറിയാം? പഴയ നക്സലുകാരൻ ഇന്ന് പാസ്റ്റർമാരാ അവിടെ. ഞാൻ തരാം, ഞാനിവിടെയൊക്കെ പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, എത്രയോ പേര് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം, പലരെയും പേഴ്സണലി അറിയാം. ഇത് കാരണം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലുള്ള നടക്കുന്ന ഇവാഞ്ചലിക്കൽ സംഭവം ഈ സംഘപരിവാറിനെ കൂടെ തൊടാൻ പറ്റത്തില്ല. കാരണം 2022 ഞാൻ പേഴ്സണലായിട്ട് പോയൊരു സംഭവം ഉണ്ട്. അന്ന് ഡിസംബറിൽ ഏകദേശം 500ഓളം സംഘപരിവാർ സിറ്റി സൈഡിൽ നിന്ന് വന്നു. ഈ പറയുന്ന പെൻഡക്കോസ്റ്റ് ഇതേപോലെ ഇതിനെ തടയാൻ വേണ്ടി ഭയങ്കര സംഭവം നടന്നു. ഒരു 10 ദിവസം അവിടെ ഒത്തിരി പേര്, ഒരു 100-200 പേരുടെ വീടുകൾ കത്തിച്ചു, പള്ളികൾ കത്തിച്ചു. പള്ളികളൊന്നും പള്ളിയല്ല, ഒരു വീടുകൾ ഒത്തു. പക്ഷെ അവിടെ മുഴുവൻ ഇത് കാണാം. കാരണം ഞായറാഴ്ച ഞാൻ ഇത് പോയി കണ്ടു. വർഷിപ്പ് നടക്കുന്നു, ഞാൻ പോയി കണ്ടതായത്. അവിടെ എവിടെയാണ് നിങ്ങൾക്കൊരു ഹിന്ദു ടെമ്പിൾ കാണിച്ചു തരാൻ പറ്റുന്നത്? കാരണം ഇവിടെയുള്ള അപ്പർ കാസ്റ്റ് ഹിന്ദുസ് അവരെ ഹിന്ദുസ് ആയിട്ട് പരിഗണിക്കുന്നില്ലല്ലോ. അതിലൊരു ചോദ്യമുണ്ട്. പരമ്പരാഗത ഹിന്ദു വിശ്വാസങ്ങളുമായിട്ട് ഈ പറയുന്ന ജനവിഭാഗങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏത് പരമ്പരാഗത? അതായത് നമ്മൾ ഒരു ബന്ധവും ഇല്ല. ഇപ്പം നമ്മളിപ്പോൾ ഷിബു സോറൻ കഴിഞ്ഞിടയ്ക്ക് മരിച്ചുപോയി. ജാർഖണ്ഡ് ട്രൈബൽ ലീഡറാണ്. ബേസിക്കലി ആളൊരു ക്രിപ്റ്റോ ക്രിസ്ത്യനാ, കൺവേർട്ടഡ് ക്രിപ്റ്റോ ക്രിസ്ത്യൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി അജിത് ജോഗി, അയാൾ പ്രൊക്ലൈംഡ്, അയാൾ എല്ലാവരോടും പറയുന്ന ആൾ ക്രിസ്ത്യനാണ്. ഇതെത്ര പേർക്കറിയാം? ഛത്തീസ്ഗഡിലുള്ള പോലീസ് സ്റ്റേഷനിൽ, കാരണം ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്, റിസർവേഷനിൽ പെട്ടെന്ന് ജോലി കിട്ടും. അവിടെയുള്ള സബ് ഇൻസ്പെക്ടറായിട്ടൊരു ട്രൈബൽ ആൾ വന്നു കഴിഞ്ഞാൽ ഈ അപ്പർ കാസ്റ്റ് ഉള്ളവൻ അടുത്ത പോലീസുകാരൻ ഇവരെ സല്യൂട്ട് ചെയ്യത്തില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. അവിടുത്തെ അവസ്ഥ അതാ. ഈ പറയുന്ന ജ്യോതി ശർമ്മ എന്നൊക്കെ പറയുന്നത് ചുമ്മാ പക്ക ഫ്രോഡാണ് ഇവളൊക്കെ. ഈ ജ്യോതി ശർമ്മ ഈ കൂട്ടരും ഈ പറയുന്ന നാരായൺപൂരിൽ ഈ ഭാഗത്ത് പോയിട്ട് ഒരു ദിവസം ഈ ട്രൈബ്സിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടോ? ഒരു ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടോ? അപ്പർ കാസ്റ്റ് അല്ലയോ? ഇവരുടെ പട്ടിണി പ്രശ്നം, ഒരു മഴ പെയ്താലുള്ള പ്രശ്നം. എന്നിട്ട് ഈ വലിയ കലാപം നടന്നു, ഈ ഒത്തിരി ആൾക്കാരെ കൊന്നു. എന്നിട്ട് അവിടെ ഉണ്ടായ നാരായൺപൂരിൽ അവിടെയുള്ള ട്രൈബൽസ് ഒന്നിച്ചു, അവരിവരെ തിരിച്ചടിച്ചു. എല്ലാ വിഭാഗങ്ങളും എല്ലാവരും കൂടെ തിരിച്ചടിച്ചു. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, കൺവേർട്ടഡ് ക്രിസ്ത്യൻ തിരിച്ചടിച്ച് പെരുമാറോടി. ഇനി അവർക്ക് ഈ നാരായൺപൂരിൽ കയറാൻ പറ്റത്തില്ല. അതാരാ ഉണ്ടാക്കി? ഇവരുണ്ടാക്കി കൊടുത്തതല്ലയോ? നിങ്ങൾ അവരെ ഒന്ന് മനുഷ്യനായിട്ട് കണ്ടാൽ ഇതെല്ലാം തീർന്നു. അവരെ മനുഷ്യനായിട്ട് കാണുക, അത് ഇന്ത്യയിലെ സാമൂഹിക വ്യവസ്ഥ അനുവദിക്കുന്നില്ലല്ലോ. കാരണം എന്നിട്ടാണ് ഇവർ ഈ പറയുന്നത്, ഈ ബജരാങ് ദളാണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ പറയുന്നത് അവരെന്തോ ആണ്.
അവരുടെ കൺട്രോളൊന്നും നിൽക്കാൻ പറ്റത്തില്ല ഈ സംഭവം. ഒരു ഉദാഹരണം പറയാം. രാജസ്ഥാനിലെ ബാൻസ്വാര, അത് ഗുജറാത്തുമായിട്ട് ചേർന്ന് കിടക്കുന്ന ആ ബെൽറ്റാണ് ഈ സംഭവം. അവിടെ ജയിച്ചിരിക്കുന്നത് നേരത്തെ BJP ജയിച്ചു, അതിനു മുമ്പ് കോൺഗ്രസ് ജയിച്ചു. ഇപ്രാവശ്യം ജയിച്ചിരിക്കുന്ന അവിടുത്തെ ആദിവാസി ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു നേതാവാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ജനിച്ചത്. അയാൾ മാത്രമേ ഉള്ളൂ പാർലമെൻറ്റിൽ. നേരത്തെ എപ്പോഴും അത് BJPയും കോൺഗ്രസും മാത്രം ജയിച്ചുകൊണ്ടിരുന്നിടത്ത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്വതന്ത്രം കയറി ജയിക്കുന്നത്? 8ഓളം കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അതിൻ്റെ മുഴുവൻ ഇപ്രാവശ്യം എല്ലായിടത്തും BJP ജയിച്ചു കഴിഞ്ഞപ്പം ഇയാളുടെ സപ്പോർട്ടോടുകൂടി കോൺഗ്രസ് അവിടെ ജയിച്ചു. ഒരു തെളിവ് ഗുജറാത്തിൽ വാപ്പിയിലും അതേപോലെ സ്ഥലമുണ്ട്, ഈ സൂററ്റിനടുത്തായിട്ട്. അവിടെ എങ്ങനെ 2 ബന്ധുക്കോസുകാർ MLA BJP ജയിക്കുന്നേ? എൻ്റെ ചോദ്യങ്ങൾ സിമ്പിളാണ്. എങ്ങനെ ജയിക്കുന്നേ? ഇപ്പം ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള തെളിവ്. അതായത് ഇവരീ പറയുന്നത് ഇവരെ കൊണ്ട് പിന്നെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ അവർക്കിങ്ങനെ ഈ ജയ് ശ്രീറാം എന്നൊക്കെ പറഞ്ഞ സംഭവം ഇതൊക്കെ ഒറ്റ വഴിയേ ഉള്ളൂ. ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്സിനെ ദേഴ്സിനെ ഇവരെ അക്സെപ്റ്റ് ചെയ്യണം, അംഗീകരിക്കുക. ഇവരെ അംഗീകരിക്കണം. മനുഷ്യനായിട്ട് അവരെ അംഗീകരിക്കണം. അവർക്ക് അമ്പലങ്ങളിൽ പോകാനുള്ള അവസരം കൊടുക്കണം. അവർക്ക് സോഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കണം. അവനെ മനുഷ്യനായിട്ട് അംഗീകരിച്ചാൽ മാത്രമേ ഇത് നിൽക്കുകയുള്ളൂ. ഇതിനേക്കാളും ഭയങ്കര സ്ട്രോങ് അല്ലായിരുന്നു പഞ്ചാബിലെ സർദാർമാർ, കെട്ടുള്ള സർദാർമാർ എവിടെ പോയി? ഇനി തെലുങ്കാന എടുക്കുക, ആന്ധ്ര എടുക്കുക, തമിഴ്നാട് എടുക്കുക, നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട് എടുക്കുക. ഇവിടെയുള്ള കേരളത്തിലുള്ള സംഘപരിവാറിൽ ഈ പറയുന്ന തൃശ്ശിനാപ്പള്ളിയിലും തിരുച്ചിറപ്പള്ളിയിലും തിരുനെൽവേലിയിലും ആ പറയുന്ന സദേൺ ബെൽറ്റ് ഒന്ന് പോയി കാണുക. അവിടെ നിങ്ങൾക്ക് അനങ്ങാൻ പറ്റത്തില്ല. അവിടെ ഈ കാസ്റ്റ് വാള് വരെ ഉണ്ടായിരുന്നു. കാരണം കമ്മ്യൂണിറ്റി വാള് വരെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ജാതി മതിലുണ്ടായിരുന്നു. അവിടെ എന്താ സംഭവിച്ചത്? അവിടെ എങ്ങനെയാണ് ക്രിസ്ത്യൻ ഈ പറയുന്ന ഇവരൊക്കെ കൺവേർട്ടഡ് ആയത്? ഒരാളുടെയൊക്കെ അവിടെയുള്ള 1-2 ആൾക്കാരുടെയൊക്കെ ഒരു കൺവെൻഷൻ സംഭവത്തിൽ ഞാൻ അവിടെ റിപ്പോർട്ടിങ്ങിന് പോയപ്പം മധുരയെ കണ്ട് ഞെട്ടിപ്പോയി. 5 ലക്ഷം പേരാണ് പങ്കെടുക്കുന്നത് ഒരു കൺവെൻഷനിൽ. ഈ കേരളത്തിലൊക്കെ പറയുന്നത് മാനാമഴ ചുമ്മാതാ. അതേപോലെ തന്നെ ഗുജറാത്തിലൊക്കെ 5-6 ലക്ഷം പേരാണ് ഈ കൺവെൻഷനിൽ അവിടെ പങ്കെടുക്കുന്നത്. ബാൻസ്വാര 2-3 ലക്ഷം പേരാണ് പങ്കെടുക്കുന്നത്. പഞ്ചാബ് ഓരോ ആഴ്ചയിൽ ചർച്ച് സർവീസിന് വരുന്നത്, ഓരോ ചർച്ചുകളിൽ വരുന്നത് 50,000-60,000 പേരാ. എന്ത് സംഘപരിവാർ എന്ത് കുന്തവാ ചെയ്ത്? എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഒഴുക്കുണ്ടായത്? ഇവർക്ക് തടയാൻ സാധിച്ചോ? ഇനി തടയാനൊന്നും പറ്റത്തൊന്നുമില്ല. കാരണം ഈ പറയുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് റിഫോർമേഷൻസ്, അതാണ് സ്വാമി വിവേകാനന്ദ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്, സാക്ഷാത് ശ്രീനാരായണ ഗുരു. അതായത് റിഫോർമേഷൻസ് എന്ന് പറഞ്ഞ സംഭവം അതിനകത്തുണ്ടാകണം. ജാതി വ്യവസ്ഥകൾ ഇല്ലാതാകണം. അല്ലെങ്കിൽ ഇവര് സനാതന ധർമ്മം കുന്തവും കുടച്ചക്രമെന്നും പറഞ്ഞത് യാതൊരു കാര്യം. ഇനി യഥാർത്ഥത്തിൽ അത് സാധിക്കുന്ന കാര്യമാണോ? ഇത് നടക്കത്തില്ല. കാരണം ഒരു കാരണവശാല് അപ്പർ കാസ്റ്റ് ഹിന്ദുസ് ഇവിടുത്തെ ലോവർ കാസ്റ്റ് ഹിന്ദുസിനെ അംഗീകരിക്കത്തില്ല. അതാണ് ഇപ്പം നമുക്കൊരു ക്ലാസിക് എക്സാമ്പിൾ ഉണ്ട് കേരളത്തിൽ, അടൂർ ഗോപാലകൃഷ്ണന്റെ ഇഷ്യൂ. അതേപോലെ വേടൻ. ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അംഗീകരിക്കാൻ പറ്റത്തില്ല. പുഷ്പവതി എന്ന് പറഞ്ഞ ആ സ്ത്രീ എണ്ണിച്ച് അടൂർ ഗോപാലകൃഷ്ണനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുഷ്പവതിയുടെ കൂടെ നിന്നപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ കൂടെ സംഘപരിവാർ പോയി. പെട്ടെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ ഇത്രയും നാളും സംഘപരിവാർ പറഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെ ആളെന്നാ ഇന്നലെ വരെ പറഞ്ഞേ, പെട്ടെന്ന് അങ്ങോട്ടൊക്കെ പോയി. അതായത് അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല പുഷ്പവതിയെ. അവർക്ക് വേടനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ വേടൻ്റെ പേഴ്സണൽ കാര്യത്തിലോട്ടൊന്നുമല്ല പോകുന്നത്. വേടൻ പറയുന്നൊരു പൊളിറ്റിക്സ് ഉണ്ട്. വേടൻ പറയുന്ന പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റത്തില്ല. മറ്റ് പ്രസ്താവനകളോടൊന്നും നമുക്ക് എനിക്ക് യോജിപ്പൊന്നുമില്ല. മറ്റുള്ള വേടൻ പറയുന്നൊരു പൊളിറ്റിക്സ് ഉണ്ട്, ഒരു സോഷ്യോളജി ഉണ്ട്. ആ സോഷ്യോളജിയെ അക്സെപ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ അപ്പർ കാസ്റ്റിന് പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഇതിന് ശേഷം ഇവർ പറയുന്നതാണ് കേരളത്തിലുള്ള ഹിന്ദുക്കളെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ BJP. ഇവിടെ കേരളത്തിലുള്ള ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കത്തില്ല.
കേരളത്തിലുള്ള ഈ പറയുന്ന ഈഴവ കമ്മ്യൂണിറ്റിക്ക് ശരിക്കും അറിയാം ഇവിടുത്തെ നായർ കമ്മ്യൂണിറ്റി ആരാണെന്ന്. അത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവരുടെ പൂർവികന്മാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള ബാക്ക്വേർഡ് കാസ്റ്റിന് അറിയാം ഇവിടുത്തെ അപ്പർ കാസ്റ്റ് ഹിന്ദുസ് ആരായിരുന്നു. അത് ഞാനോ നീയൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ചരിത്രം അതാ പറയുന്നത്. ഇത്തരം സാമൂഹിക സാഹചര്യങ്ങൾ അതായിരുന്നു. സോഷ്യൽ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഇപ്പം പെട്ടെന്ന് എല്ലാം മാറി അവർ വിശ്വസിക്കത്തില്ല. അല്ലെങ്കിൽ കേരളത്തിലെ ബാക്ക്വേർഡ് ക്ലാസ് എല്ലാം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ സംഭവം ഈസി ആയിട്ട് കേരളത്തിൽ ജയിക്കാം. എന്തുകൊണ്ടാണ് അവർ ഒരു സീറ്റിൽ പോലും ജയിക്കാൻ പറ്റാത്ത? എന്താണ് ഒരു സീറ്റിൽ പോലും ജയിക്കാൻ സംഭവം? കേരളത്തിലുള്ളവർ ഈ കാര്യത്തിൽ എഡ്യൂക്കേറ്റഡാ. വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം. ഇപ്പം ഞാൻ വന്ന് BJP ജയിപ്പിക്കണം, ഒരു മാറ്റം വരണമെന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഈ പറയുന്ന റീസെന്റ് അതൊക്കെ ഈ ഇഷ്യൂവിലൊക്കെ BJPയുടെ RSSന്റെ സ്റ്റാൻഡ് എന്തുവാ? കാരണം അവരെ ഒറ്റപ്പെടുത്തുവാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായ സംഭവം എന്തോ, ഈ ഛത്തീസ്ഗഡ്, അത് ഗ്ലോബൽ ഇഷ്യൂ ആയി. ഇന്ത്യയിലുള്ള ക്രിസ്ത്യൻസ് പലയിടത്തും പ്രൊട്ടസ്റ്റ് നടത്തുന്നത് ആദ്യമായിട്ട് ഞാൻ കണ്ടു, ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ. ലോകത്തിന്റെ പല ഭാഗത്ത് ഇത് ഇഷ്യൂ ആയി. ഇഷ്യൂ ഉണ്ടായിക്കഴിയുമ്പോൾ നാണം കെട്ട് പോകുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യമാണ്. ഈ പറയുന്ന കേസിൻ്റെ അകത്ത് എന്തെങ്കിലും സത്യമുണ്ട്? 1% സത്യമില്ല. കാരണം എനിക്ക് കാത്തലിക് സമയം എനിക്കും അറിയാം. അവരുടെ പ്രവർത്തന രീതി അറിയാം. അവർക്ക് ഈ മതം മാറ്റ സംഭവം ഇല്ല. അവരുടെ കൂടെ ആരിലും വന്നു. പക്ഷെ ഈ പറയുന്ന പെന്തക്കോസ്റ്റും ഇവാഞ്ചലിക്കലും മതം മാറ്റമുണ്ട്. അവർ നിർബന്ധിച്ചൊന്നുമില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ വാ. അവർ ബൈബിള് പറയും. അവർ ആരെ കണ്ടപ്പോൾ, രമേശിനെ കണ്ടാലും എന്നെ കണ്ടാലും ഈ ക്രിസ്ത്യനെ കണ്ടാലും അവർ ബൈബിള് പറയും. അത് അവന് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഇന്ത്യയിലെ ഭരണഘടനയാണ്. വിശ്വസിക്കാൻ പറയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെടുക. അപ്പം അത് കഴിഞ്ഞ് ജ്യോതി ശർമ്മ ഒരു പാസ്റ്ററെ അവിടെ കിടന്ന് അയാൾ മിണ്ടിയോ? ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റുണ്ട് പ്രധാനമായിട്ട്. നിങ്ങളൊരാളെ തല്ലുമ്പോഴ ആ തല്ലുകൊണ്ടുകൊണ്ട് ചിരിക്കുന്നവൻ അവൻ ഫ്യൂച്ചറിൽ ഭയങ്കര ഡേഞ്ചർ. തല്ലുകൊണ്ട് പെട്ടെന്ന് ആക്രമിക്കുന്ന അവൻ ഡേഞ്ചർ അല്ല. തല്ലുകൊണ്ട് ചിരിച്ച് മിണ്ടാതിരിക്കുന്നവൻ അവൻ നിന്നെ തിരിച്ചു കടിക്കും. അത് ലോകചരിത്രം. ചുമ്മാതാ ഇതൊക്കെ പറയുന്നത്. തല്ലുകൊണ്ട് അവൻ ചിരിക്കുമ്പോഴാണ്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. കാരണം തല്ല് എന്ന് പറയുമ്പോഴും ഉപദ്രവിക്കുമ്പോഴും ഒരാൾ നിശബ്ദമായിട്ട് ഇരുന്ന് ചിരിക്കുകയോ അല്ല മിണ്ടാതിരിക്കുക, കൈകെട്ടുകയോ നിന്നാൽ സൂക്ഷിച്ചു കൊള്ളുക ജ്യോതി ശർമ്മ, ഇത് തിരിച്ചടിക്കും. അങ്ങനെയാണ് ലോക ചരിത്രം മുഴുവനും കാണുന്നത്. അതിനൊക്കെ ഈ പറയുന്ന ഒരു ഛത്തീസ്ഗഡിലെ അവിടുത്തെ ഒരു ക്രിസ്ത്യൻ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഈ ജ്യോതി ശർമ്മ 1 വർഷത്തിനുള്ളിൽ ബൈബിളും പിടിച്ച് ഛത്തീസ്ഗഡിൽ പ്രസംഗിച്ചില്ല എങ്കിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എന്നേക്കുമായിട്ടും അദ്ദേഹത്തിൻ്റെ പാസ്റ്റർ പണി ഉപേക്ഷിക്കുമെന്ന്. ഇതൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ തമാശയെന്ന് പറയുന്നത്. കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നതെന്ന്.